ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മല്ലു സോളോ റൈഡർ. സോ ഇത്തവണത്തെ നമ്മുടെ ട്രിപ്പ് ഷിംലയിലേക്കാണ്. ആസ് യൂഷ്വൽ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പൊന്നുമല്ല. ഒരു 3 ദിവസം ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയപ്പോൾ മെയ് ദിനം അടക്കം ഒരു സാറ്റർഡേ സൺഡേ ആൻഡ് മെയ് ദിനത്തിൻ്റെ ഹോളിഡേ ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയപ്പോൾ സമ്മർ ഡെസ്റ്റിനേഷൻസ് ആയിട്ട് ഏതൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതായിരുന്നു. ഇന്ത്യയിലെ സമ്മർ ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് നോർത്ത് ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളുമാണ്. ഇതിൽ സൗത്ത് ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ ഓൾറെഡി ഞാൻ കവർ ചെയ്തതായതുകൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലെ സമ്മർ ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോൾ കണ്ടത് കാശ്മീർ, ലേ ലഡാക്ക്, കുളു മണാലി, ഡാർജിലിംഗ്, ഷിംല ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിനകത്ത് ഷിംല ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും 3 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വെറും 3 ദിവസം ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഷിംല പോകാമെന്ന് വിചാരിച്ചു. 3 ദിവസം കൊണ്ട് ഷിംല പോയി വരാൻ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മാത്രമാണ്. സോ ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ ചാർജൊക്കെ നല്ല ചാർജും വന്നിട്ടുണ്ടായിരുന്നു. ഓലയുടെ എയർപോർട്ട് ടാക്സിയിൽ ഞാനിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഉള്ളത്. ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ചണ്ഡീഗഡ് എയർപോർട്ടിലേക്കാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇൻഡിഗോയുടെ തന്നെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. അതാകുമ്പോൾ ഹിഡൻ ചാർജസും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡിഗോയുടെ ആപ്പിലാണ് ബുക്ക് ചെയ്തത്. ഇവിടുന്ന് ഇനി ചണ്ഡീഗഡ് എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ലോങ് വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ബാംഗ്ലൂർ എയർപോർട്ടിൽ കാണുന്നില്ല. ഏകദേശം ഒരു 3.5 മണിക്കൂർ ഫ്ലൈയിങ് ടൈം ഉണ്ടായിരുന്നു ഇവിടെ എത്താനായിട്ട്. അവസാനം നമ്മൾ ചണ്ഡീഗഡ് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഷഹീദ് ഭഗത് സിംഗ് മെമ്മോറിയൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ട് അറിയപ്പെടുന്നത്. രാത്രി ഏകദേശം ഒരു 10-11 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ചണ്ഡീഗഡിൽ ആണ് ഞാൻ ആ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് ഏകദേശം ഒരു 28-30 കിലോമീറ്റർ ഉണ്ട്. നമുക്കറിയാത്ത സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ ഏറ്റവും നല്ലത് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത് ഓൺലൈൻ ടാക്സികളാണ്. അതാകുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിനകത്ത് എന്താണോ കറക്റ്റായിട്ടുള്ള റേറ്റാണ് കാണിക്കുക. ഈവൻ നമ്മൾ ഓല ഊബർ പോലത്തെ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ലാംഗ്വേജ് അറിയണം. നമ്മൾ അവരെ വിളിച്ചിട്ട് ചോദിക്കുക, നമ്മൾ ആപ്പിനകത്ത് കാണിക്കുന്ന സെയിം എമൗണ്ട് തന്നെ അല്ലേ, വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. കാരണം എയർപോർട്ട് ഏരിയയിലേക്ക് ആകുമ്പോൾ ഈ ഡ്രൈവേഴ്സ് നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഡ്രൈവേഴ്സ് നമ്മളോട് പറയും നമുക്ക് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങണമെങ്കിൽ 300 രൂപ ചാർജ് ഉണ്ട്, 100 രൂപ ചാർജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ട്രിപ്പ് കഴിയുമ്പോഴായിരിക്കും അവർ എക്സ്ട്രാ പൈസ ക്യാഷായിട്ടൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ അവരെ വിളിച്ച് ചോദിക്കുക, ഈ ആപ്പിൽ കാണുന്ന ഈ എമൗണ്ട് അല്ലേ ഞാൻ ഫൈനലായിട്ട് തരേണ്ടതെന്ന് ചോദിക്കുക. എന്നിട്ട് ഓക്കെ പറയുകയാണെങ്കിൽ മാത്രം അവരോട് വരാൻ പറയാം. ഇതുപോലെ തന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊക്കെ അറിയെങ്കിൽ, ലാംഗ്വേജ് അറിയെങ്കിൽ, ഹിന്ദിയൊക്കെ അറിയെങ്കിൽ, അല്ലെങ്കിൽ ഏതാണ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അതറിയെങ്കിൽ നമുക്ക് എയർപോർട്ടിനടുത്ത് തന്നെയുള്ള ടാക്സി സർവീസസ് ഉണ്ടാവും. അവിടെ പോയിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റേറ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയാമല്ലോ ഇത്ര കിലോമീറ്ററിന് എത്ര റേറ്റ് ആവും എന്നുള്ളതൊക്കെ. അപ്പോൾ ആ റേറ്റ് വെച്ചിട്ട് ഓക്കെയാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഫൈനൽ റേറ്റ് എത്രയാണ് അവർ പറയുന്നത് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ബാർഗെയിൻ ചെയ്തൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ടാക്സി വിളിക്കാം, സമയം ലാഭിക്കാൻ പറ്റും. ചണ്ഡീഗഡ് എയർപോർട്ടിൽ നിങ്ങൾ എത്തുന്നത് രാത്രി 11 മണിക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ബസ് തന്നെ കിട്ടും. ആ ബസ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ തന്നെ ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഡൽഹിയിലേക്കൊക്കെ ഉള്ള ബസ്സുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഈ എയർപോർട്ട് ചണ്ഡീഗഡിൻ്റെയും പഞ്ചാബിൻ്റെയും ഏകദേശം ബോർഡറിലായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഓട്ടോ ഡ്രൈവർ പുതിയതായിട്ട് സെറ്റ് ചെയ്ത ബ്ലൂടൂത്ത് സ്പീക്കർ ടെസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഞാനാണെങ്കിൽ പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതൊന്നും മൈൻഡ് ചെയ്യുന്ന പെട്ടില്ല. രാവിലെ ചണ്ഡീഗഡിലെ ISBT 43 എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ റൂം എടുത്തിരുന്നത് താമസിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാവിലെ ISBT ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഷിംലയിലേക്കുള്ള ബസ് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇന്നലെ മൊഹാലി എയർപോർട്ടിൽ നിന്ന് ഞാൻ ബുക്ക് ചെയ്ത ഓല ക്യാബ് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അതേ ലൊക്കേഷനിലേക്കുള്ള വേറൊരാളെയും കൂടെ കിട്ടിയ കാരണം 280 എന്നുള്ള ഹാഫായിട്ട് എനിക്ക് പേ ചെയ്യേണ്ടി വന്നുള്ളൂ. ഏകദേശം 140 രൂപ മാത്രമേ എനിക്ക് പേ ചെയ്യേണ്ടി വന്നുള്ളൂ. സോ ഇതുപോലെ ഷെയർ ചെയ്യാൻ കൂടെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് വീണ്ടും കുറയ്ക്കാനൊക്കെ പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് ചണ്ഡീഗഡിലെ ISBT 43 എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലാണ്.
ISBT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ എന്നാണ്. നമ്മൾ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ ISBT ബസ് സ്റ്റാൻഡുകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള മൾട്ടിപ്പിൾ സ്റ്റേറ്റുകളിലേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടുന്ന അത്യാവശ്യം വലിപ്പമുള്ള ബസ് സ്റ്റാൻഡുകളായിരിക്കും ISBT ബസ് സ്റ്റാൻഡുകളൊക്കെ. സോ ഞാൻ ഇവിടുന്ന് അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള ഹിമാചൽ പ്രദേശിലെ ഷിംലയിലേക്ക് ഇവിടുന്നാണ് ചണ്ഡീഗഡിൽ നിന്നുള്ള ബസ് കയറുന്നത് ISBT 43 ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. സോ നമ്മൾ നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രാവൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നിയറസ്റ്റ് ISBT ബസ് സ്റ്റാൻഡ് എവിടെയാണെന്നുള്ളത്. അവിടെ നിന്ന് നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക്, ഏത് സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടത് ആ സ്റ്റേറ്റിലേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടും. ഏകദേശം ഒരു 6-7 സ്റ്റേറ്റിലേക്കുള്ള തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളിലേക്കുള്ള ബസ്സുകളെങ്കിലും ISBT ബസ് സ്റ്റാൻഡുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ ഈ ISBT ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷിംലയിലേക്കുള്ള തൊട്ടടുത്തുള്ള ബസ് ഏതാണെന്ന് നോക്കിയപ്പോൾ എനിക്കൊരു AC ബസ്സാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഈ AC ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് ഏകദേശം ഷിംലയിലേക്ക്, അതായത് ചണ്ഡീഗഡിൽ നിന്ന് ഷിംലയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഏകദേശം ചിലവായത് 322 രൂപയാണ് ഒരു നോർമൽ AC ബസ്സിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ വന്നത്. ഏകദേശം 4 മണിക്കൂർ യാത്രയാണുള്ളത്. 114 കിലോമീറ്ററാണ് ഏകദേശം ഉള്ളത് ചണ്ഡീഗഡിൽ നിന്ന് ഷിംലയിലേക്ക്. നമ്മളീ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ആർമി ബേസ് ക്യാമ്പുകളും അല്ലെങ്കിൽ ആർമി ഹോസ്പിറ്റലുകളൊക്കെ കാണാൻ പറ്റും. ചണ്ഡീഗഡിലെ ഓരോ സ്ഥലങ്ങളും, ചണ്ഡീഗഡ് സിറ്റിയിലെ ഓരോ സ്ഥലങ്ങളൊക്കെ നമുക്ക് സെക്ടറുകളൊക്കെ ആയിട്ടാണ് അവർ തിരിച്ചിട്ടുള്ളത്. ഇന്നലത്തെ ക്ഷീണം കാരണം കുറേ ഉറക്കി എണീറ്റ് നോക്കിയപ്പോൾ കാണുന്ന ബസ് ഒരു മലയുടെ ഒരു സൈഡിൽ, മലയടിവാരത്തിലൊരു റോട്ടിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് ചോദിച്ചപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണെന്ന് പറഞ്ഞു. ഏകദേശം 4 മണിക്കൂർ യാത്ര ഉണ്ട്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തും. അതുപോലെ ഇപ്പോൾ നിർത്തിയാണ്. ചെറിയ 2 ധാബകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ അവർ നിർത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഉള്ള ബസ്സുകളൊക്കെ, ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളൊക്കെ കാണാം നമുക്ക്. ഈ ബസ്സിലിരുന്ന് ഈ 4 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മടുക്കാത്ത യാത്ര കേട്ടോ. അതായത് നമുക്ക് സൈഡിൽ വിൻഡോയിലൂടെ നമുക്ക് മലകളും മലകൾക്കടിവാരത്തുള്ള ഒരുപാട് വീടുകളും ഒക്കെ കണ്ടിങ്ങനെ ആ 4 മണിക്കൂർ നമ്മൾ യാത്ര നമുക്ക് ഒരിക്കലും മുഷിപ്പുള്ളൊരു യാത്രയായിട്ട് തോന്നില്ല. നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ യാത്ര ചെയ്യാം. നമ്മളീ പോകുന്ന ഹൈവേയുടെ തൊട്ടടുത്തുകൂടെ തന്നെ വേറൊരു റോഡിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനൊക്കെ, ബീമൊക്കെ കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ വളഞ്ഞ് പൊളഞ്ഞൊക്കെ പോകുന്ന ഈ റോഡിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മലനിരകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ യാത്ര, ചണ്ഡീഗഡിൽ നിന്ന് ഹിമാചലിലേക്കുള്ള 4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മൾ ഷിംലയിൽ എത്തിയിരിക്കുകയാണ്. ഷിംലയിൽ എത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ജിയോഗ്രഫിയുടെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റേ പ്ലാന്റുകളൊക്കെ, ഡിയോഡർ മരങ്ങളൊക്കെ ഇല്ലേ, ദേവദാരു മരങ്ങളൊക്കെ മറ്റേ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് നിൽക്കുന്നതൊക്കെ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലയുടെ സൈഡിൽ നമുക്ക് ഈ ദേവദാരു മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് മഞ്ഞുകാലത്ത് ഈ മരങ്ങളൊക്കെ മഞ്ഞ് പതിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേറെ തന്നെ ഒരു വൈബാണ്. നിങ്ങളൊരു യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഷിംല, മണാലി, കാശ്മീരൊക്കെ പോലത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ എല്ലാ സീസണിലും സന്ദർശിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വർഷം നിങ്ങൾ സമ്മർ സീസണിലാണ് പോകുന്നതെങ്കിൽ അടുത്ത വർഷം വിൻ്റർ സീസണിൽ, അടുത്ത വർഷം മൺസൂൺ സീസണിലൊക്കെ നിങ്ങൾ സന്ദർശിച്ച് കഴിഞ്ഞാൽ ഓരോ സീസണിലും അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ജിയോഗ്രഫിയൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റാണ്. നിങ്ങൾ ഈ സമ്മർ സീസണിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഷിംല പോലെ ആയിരിക്കില്ല നമ്മൾ വിൻ്റർ സീസണിൽ മഞ്ഞ് പുതഞ്ഞ് നിൽക്കുന്ന ഷിംലയുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. നിങ്ങൾ സമ്മർ സീസണിലും വരണം. കാരണം ഷിംലയുടെ ജിയോഗ്രഫി കറക്റ്റായിട്ട് അറിയണമെങ്കിൽ, മഞ്ഞൊന്നും ഇല്ലാത്ത സമയത്ത് ജിയോഗ്രഫി കറക്റ്റ് അറിയണമെങ്കിൽ ഷിംലയിലേക്കൊക്കെ നമ്മൾ സമ്മർ സീസണിലും ഇതുപോലെ വരണം. സമ്മർ സീസണിലും ഇവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളാട്ടോ. ഏകദേശം 7 ഡിഗ്രി സെൽഷ്യസും 12 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, വെതർ എന്ന് പറയുന്നത്. ഷിംലയിലെ ഓൾഡ് ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഈ ഓൾഡ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഷിംലയിലെ മലയുടെ താഴ്വാരത്താണുള്ളത്. ഇവിടുന്ന് നമ്മുടെ മെയിൻ സ്പോട്ടുകളൊക്കെ, ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഇരിക്കുന്നത് ഷിംലയിലെ മലയുടെ മുകൾ ഭാഗത്ത്. എൻ്റെ എല്ലാ യാത്രകളും അൺപ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ യാത്രയിലും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നീട് എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് നല്ല അനുഭവങ്ങളാകും, ചീത്ത അനുഭവങ്ങളാകും. ഇത്തവണ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഷിംലയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ കിട്ടിയ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ബാഗ് ബസ്സിൽ വെച്ചിട്ട് മറന്നുപോയി. ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുമ്പോൾ ഷിംലയിൽ എത്തിയിട്ട് അവിടെ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് ബസ് കയറിയതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഞാൻ ബാഗ് എടുത്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ തിരിച്ച് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി വീണ്ടും ബസ് സ്റ്റാൻഡിലെത്തി
ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് 3 നിലകളുള്ള ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ 3 നിലയിലും കയറി ഇറങ്ങി ഞാൻ ഇങ്ങോട്ട് വന്ന ബസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു. അവസാനം ഞാൻ എടുത്തിരുന്ന വീഡിയോയിൽ ഞാൻ ബസ്സിൻ്റെ നമ്പറൊക്കെ നോക്കി ആ ബസ് ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവസാനം ആ ബസ് കണ്ടെത്തി അവിടുന്ന് ബാഗ് എടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ വാല്യുബിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ പേഴ്സ്, മൊബൈൽ ഫോണ്, അങ്ങനെ പോക്കറ്റിൽ ഇടാൻ പറ്റുന്നതൊക്കെ പോക്കറ്റിലിടും. ബാക്കി വാല്യുബിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വ്ളോഗിങ് എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ ആക്സസറീസ്, അതുപോലെ തന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാനൊരു ചെറിയൊരു സൈഡ് ബാഗിൽ ആണ് കീപ്പ് ചെയ്യാറുള്ളത്. ആ സൈഡ് ബാഗ് എപ്പോഴും ഞാൻ എൻ്റെ തോളിലിട്ടിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വാല്യുബിളായിട്ടുള്ള ഇൻഫർമേഷനും മിസ്സാവില്ല എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അതായത് എന്തെങ്കിലും ബാഗൊക്കെ മറന്നു വെക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു സൈഡ് ബാഗ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി അടുത്ത ഏകദേശം 2.5 ദിവസം ഷിംല മൊത്തം കറങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂട്ടർ റെൻറ്റിന് എടുക്കാൻ വന്നതാണ്. നമ്മൾ സ്കൂട്ടർ എപ്പോൾ റെൻറ്റിന് എടുക്കുമ്പോഴും സ്കൂട്ടറിൻ്റെ മൊത്തം ഒരു വീഡിയോ അവരുടെ മുമ്പ് തന്നെ വെച്ചൊന്ന് എടുക്കുക. കാരണം എങ്ങനെയായിരുന്നു വണ്ടി നമുക്ക് റെൻ്റലിന് തരുമ്പോൾ എന്നുള്ളത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെയും പറ്റിക്കപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട്. അവരുടെ അടുത്ത് നിന്ന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നമ്മുടെ തലയിൽ കെട്ടിവെക്കാനൊക്കെ ഉള്ള ചാൻസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് പോലത്തെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇവരുടെ അടുത്ത് കൊടുക്കാതിരിക്കുക. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റുന്ന ആധാർ പോലത്തെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഡ്രൈവിംഗ് ലൈസൻസൊക്കെ നമ്മൾ അവർക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിൽ വഴിയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്കൂട്ടർ ഓടിക്കാൻ കംഫർട്ടബിളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഷിംലയൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സ്കൂട്ടറാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഷിംല ഒരു മല ഏരിയയാണ്, ഒരു ഹില്ലി ഏരിയയാണ്. അവിടെ കാറൊക്കെ ആയിട്ട് നമ്മൾ കാറൊക്കെ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്കൂട്ടറാണെങ്കിൽ നമുക്ക് അതൊന്നും ഇല്ലാണ്ട് പോകാം. ഇപ്പോൾ ഒരു 4-5 പേരാണെങ്കിലും 2-3 സ്കൂട്ടറൊക്കെ റെൻറ്റിന് എടുത്തിട്ട് പോകുമ്പോൾ അത് ഏറ്റവും ചീപ്പുമാണ്. പിന്നെ നമ്മുടെ സമയത്തിന് നമുക്ക് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനും കൂടെ ഏറ്റവും ബെസ്റ്റ് സ്കൂട്ടറുകളാണ്. 7-9 ഡിഗ്രി സെൽഷ്യസൊക്കെ നല്ല തണുപ്പുള്ള സമയത്ത് അതിൻ്റെ കൂടെ മഴയും കൂടെ പെയ്ത് അതിൻ്റെ കൂടെ വിശപ്പും കൂടെ ആയപ്പോൾ വല്ലാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ അത്. സോ ഷിംല ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. മനോഹരമായ ഷിംലയുടെ മറ്റ് കാഴ്ചകൾ നമുക്ക് അടുത്ത പാർട്ടുകളിൽ കണ്ടിന്യൂ ചെയ്യാം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് പാർട്ട്. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.